അവിടുത്തെ കൃപയാണ്, അവിടുത്തെ വിശ്വസ്തതയാണ്, അവിടുത്തെ ദയയാണ് നാഥാ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്നത്, ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുന്നത്. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു നാഥാ, സ്തോത്രം. ശേഷം അവിടുത്തെ സന്നിധിയിൽ കർത്താവ് ഇന്ന് ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. നല്ല ഗാനങ്ങൾ പാടി അങ്ങ് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കർത്താവെ നല്ല സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കുമാറാകണമേ. അവിടുന്ന് ഞങ്ങളോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ നിറവില പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു നാഥാ, സ്തോത്ര. കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും പേരുപേരായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തുമാറാകണമേ എന്ന് കൂടെ പ്രാർത്ഥിക്കും. കടന്നു വന്നതിനേക്കാൾ ഉപരി ആത്മീക ശക്തി ഏറ്റെടുപ്പാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. തിരുമേശ ഞങ്ങളുടെ മധ്യ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഭാഗവാക്കുകളാകുവാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ. തിരുക്കരങ്ങളിലേക്ക് അടിയങ്ങളെ ഓരോരുത്തരെയും സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. യാത്രയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കടന്നു വരുവാൻ കഴിയാതെയായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. വിദേശങ്ങളിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. കർത്താവെ എല്ലാവരെയും കർത്താവ് ഒരുപോലെ ബലപ്പെടുത്തിയാട്ടെ. സകലമാനും മഹത്വം പുകഴ്ച ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, സ്തോത്രം. നമുക്കെല്ലാവർക്കും ചേർന്നൊരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്നേൻ. മനുവേലനെ ദൂത സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാ മണവാളനെ. ചേർന്ന് കരങ്ങളെ അടിച്ചു പാടി കർത്താവിനെ മഹത്വം കയറ്റാമല്ലോ. ഹല്ലേലൂയ. സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്നേ മനുവേലനെ ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അവനെൻ്റെ രക്ഷകൻ, അവനെനിക്കുള്ളോൻ, ബലമുള്ള ഗോപുരം, ആപത്തിൽ സങ്കേതം. അവനെൻ്റെ രക്ഷകൻ, അവനെനിക്കുള്ളോൻ, ബലമുള്ള ഗോപുരം, ആപത്തിൽ സങ്കേതം. അവൻ്റെ ചാരി ഓടിയണഞ്ഞവർക്കാശ്വാസം അനുദിനവും. അവൻ്റെ ചാരി ഓടിയണഞ്ഞവർക്കാശ്വാസം അനുദിനവും. സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്നേ മനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ആമേൻ. അകൃത്യങ്ങളകറ്റിയൻ അശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി. അകത്യങ്ങളകറ്റിയൻ അശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി. ആദിവ്യ തേജസ്സി അഭിഷേകത്താൽ എന്നെ കയറ്റൂ. ആദിവ്യ തേജസ്സി അഭിഷേകത്താൽ എന്നെ ജയത്തോടെ നടത്തിയിടുന്നു. സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്നേ മനുവേലനെ. ദൂത സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂത സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അനുദിനം ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു. അനവധി നന്മകൾ അളവന്യെ തരുന്നു. അനുദിനം ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു. അനവധി നന്മകൾ അളവന്യെ തരുന്നു. അവനെന്നുപനിധി അവസാനത്തോളവും കാക്കുവാൻ ശക്തനല്ലോ. അവനെന്നു
അവസാനത്തോളവും കാക്കുവാൻ ശക്തനല്ലോ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. എതിരുകൾ വളരെ സഹികളിലധികം വഴിയതിദൂരം ബഹുവിധ തടസ്സം. എതിരുകൾ വളരെ സഹികളിലധികം വഴിയതിദൂരം ബഹുവിധ തടസ്സം. പരിഭ്രമിക്കുന്നവനേശു എന്നഭയം. പരിഭ്രമിക്കുന്നവനേശു എന്നഭയം. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. മരണത്തെ ജയിച്ചവനുയരത്തിലുണ്ട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. മരണത്തെ ജയിച്ചവനുയരത്തിലുണ്ട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. വേഗം ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അനുദിനം ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു. അനവധി നന്മകൾ അളവന്യെ തരുന്നു. അനുദിനം ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു. അനവധി നന്മകൾ അളവന്യെ തരുന്നു. അവനുപനിധി അവസാനത്തോളവും കാക്കുവാൻ ശക്തനല്ലോ. അവനുപനിധി അവസാനത്തോളവും കാക്കുവാൻ ശക്തനല്ലോ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. എതിരുകൾ വളരെ സഹികളിലധികം വഴിയതിദൂരം ബഹുവിധ തടസ്സം. എതിരുകൾ വളരെ സഹികളിലധികം വഴിയതിദൂരം ബഹുവിധ തടസ്സം. പരിഭ്രമിക്കുന്നില്ല മന്നവനേശു എന്നഭയം. പരിഭ്രമിക്കുന്നില്ല മന്നവനേശു എന്നഭയം. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവന
Thank you, മണവാളൻ വന്നിടുമേ സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേരനെ ദൂതസ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ ദൂതസ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ ദൂതസ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ ദൂതസ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങളൊക്കെ മഹത്വം കയറിയിട്ടു. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും നമ്മുടെ തലകളെ ദൈവസന്നിധി മടക്കി തുടർന്നുള്ള ശുശ്രൂഷകൾ അനുഗ്രഹത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മെ കടന്നു വന്നതിനേക്കാൾ ഉപരി ആത്മീക ബലം ഏറ്റെടുത്ത് നമ്മെ ദൈവിക സമാധാനം കൂടുതൽ അനുഭവിച്ച് അവിടുത്തെ കൃപ അധികമായി അനുഭവിച്ച് മടങ്ങുന്നവരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന്, കർത്താവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തേണ്ടതിന് നമ്മെ നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്തണം. നല്ല സാക്ഷ്യങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിക്കണം. ഇന്ന് പ്രഭാതത്തിൽ നാം ദൈവസന്നിധി കടന്നു വന്നിരിക്കുമ്പോൾ നമ്മെ കർത്താവ് നമ്മോട് വ്യക്തമായി സംസാരിപ്പാനിടയായി തീരേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെയോ പ്രയാസത്തോടെയോ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ആമേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് യഥാർത്ഥമായി ഇടപെടേണ്ടതിന്, സംസാരിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെയെല്ലാം ഓർക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ആമേ. നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി തുറന്നുള്ള ശുശ്രൂഷകളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമല്ലോ. സൂചിക്കുന്നപ്പാ മഹാപരിശുദ്ധനും ഇതുവാനായ ദൈവമേ, ഈ നല്ല അനുഗ്രഹപ്പെട്ട പ്രഭാതത്തിനെ അപ്പച്ചനെ വാറ്റുന്നു സ്തോത്രം ചെയ്യുന്നപ്പാ. കൊണ്ടുവരാഴ്ചയ്ക്ക് ശേഷം അപ്പച്ചൻ സന്നിധിയിലേക്ക് ആരാധന മന്ദിരത്തിൽ അടിങ്ങൾക്ക് ഓരോരുത്തരും കടന്നു വരാൻ ഒരു സാക്ഷ്യം കൂടെ അപ്പച്ചൻ ഒരുക്കി തന്നെ ഞാൻ നന്ദിയോട് വാഴ്ത്തുന്നു സ്തോത്രം ചെയ്യുന്നുപ്പാ. കഴിഞ്ഞ ഒരാഴ്ച അടികൾ ഓരോരുത്തരും ആയിരുന്ന സ്ഥാനത്തൊക്കെ എൻ്റെ ദൈവത്തിൻ്റെ കൃപയും പരിപാലനം കൂടെ ഇരുന്നല്ലോ അപ്പാ. അടികളായിരുന്ന സ്ഥാനത്തിലും കൂടുന്നല്ലോ ഞങ്ങളുടെ പോക്കിലും ഞങ്ങളുടെ വരവിലൊക്കെ അപ്പച്ചൻ്റെ കൃപ സാന്നിധ്യം കൂടി തന്നെ സ്തോത്രം ചെയ്യുന്നു അപ്പാ. ജോലിയുള്ള മണ്ഡലത്തിലും മറ്റു മണ്ഡലങ്ങളൊക്കെ ആയിരുന്ന പോലെല്ലാം അങ്ങനെ ഞങ്ങളെ കാത്തുണ്ടല്ലോ അപ്പാ. ഒരാൾ പോലും എണ്ണത്തിൽ കുറയാതൊന്നും ഞങ്ങളെ കാത്തുപരോചിനെ നന്ദിയോട് വാഴ്ത്തുന്നു പിതാവേ. അപ്പോൾ അല്പസമയം എൻ്റെ ദൈവത്തിൻ്റെ സന്നിലായിരിക്കാനും പാടുവാനും പ്രാർത്ഥിക്കാനും ആത്മാവിൽ ആരാധിക്കാനുള്ള കൃപയൊക്കെ അടികൾക്ക് നൽകി തന്നെ നന്ദിയോട് വാഴ്ത്തുന്നു പിതാവേ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെ അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അപ്പാ. ഇനി കടന്നു വരാൻ ആഗ്രഹിച്ച മക്കളുണ്ടപ്പാ. തക്ക സമയത്തൊക്കെ നിൻ്റെ മക്കളെ കൂട്ടിക്കൊണ്ടുവരണേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇന്നത്തെ സഭയോഗത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പിതാവേ. അനേകോട്ടൊരു കൂട്ടായ്മയൊക്കെ തന്ന് ഞങ്ങളെ അങ്ങ് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. പാടാനും പ്രാർത്ഥിക്കാൻ ആത്മാവിൽ ആരാധിക്കാനുള്ള കൃപയൊക്കെ ഞങ്ങൾക്ക് നൽകി തരണേ അപ്പാ. നല്ല സങ്കീർത്തനങ്ങളെ, നല്ല പാട്ടുകളെ, നല്ല സാക്ഷ്യങ്ങളെ, നല്ല വചന ശുശ്രൂഷയൊക്കെ നൽകി തരുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അപ്പോൾ ആരെങ്കിലും ഭാരത്തിലും പ്രയാസത്തിലും കഷ്ടത്തിലും കടന്നു വന്നിട്ടില്ലോ അപ്പാ. രോഗികളോ ക്ഷീണവരാരെങ്കിലും ഉണ്ടെങ്കിലും അപ്പാ ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ അപ്പോൾ ഒരു വിടുതലും ആശ്വാസമൊക്കെ നേടി കടന്നു ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും ഇന്നത്തെ മീറ്റിംഗ് ഒരു അനുഗ്രഹമായി ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. പ്രത്യേകങ്ങളുടെ കർദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പാ. നിൻ്റെ മകൻ്റെ ശുശ്രൂഷമെല്ലാം കൊണ്ടുണ്ടാണേ പ്രാർത്ഥിക്കുന്നു അപ്പാ. അത് സഭയ്ക്ക് അടികൾക്കൊക്കെ ഒരു അനുഗ്രഹമായി ഇടയാക്കണേ പ്രാർത്ഥിക്കുന്നു പിതാവേ. തുടർന്ന് തന്നെ കുടുംബം മാനിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഞങ്ങളുടെ കൗൺസിലായിരിക്കും ഞങ്ങളുടെ മെമ്പേഴ്സിനെ ഏൽപ്പിക്കുന്നു അപ്പാ. എൻ്റെ മക്കളെല്ലാം കൃപയാൽ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങളുടെ സഭയെ വീണ്ടും ഏൽപ്പിക്കുന്നു അപ്പാ. സഭയുടെ എല്ലാ ആത്മീയ കൂടിവരകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു
അപ്പാ. ഈ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയെ വളർന്നിടയാക്കണേ അപ്പാ. ആത്മീയമായും ഭൗതികമായ സഭ വളർന്നിടയാക്കണേ അപ്പാ. പുതിയ പുതിയ ആത്മാക്കളൊക്കെ ഞങ്ങളുടെ സഭയിലേക്ക് കടന്നു വരാൻ ഇടയാക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു പിതാവേ. അല്പസമയം കൂടെ ഞങ്ങൾ അപ്പജനസനിലായിരിക്കുന്നല്ലോ പിതാവേ. കൊണ്ടുപാടികളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന യാതനങ്ങളുടെ സ്വതന്ത്ര യേശു നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 19-ാം സങ്കീർത്തനം ബാക്കി പ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. സാംസ് നമ്പർ 19. സാംസ് നമ്പർ 19 അതിൻ്റെ അവസാനത്തെ വാക്യം വേഴ്സ് 14 വിൽ റീഡ് ടുഗദർ. 14-ാമത്തെ വാക്യം ചേർന്ന് പാടിയും കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താമല്ലോ. 19-ാം സങ്കീർത്തനം സാംസ് 19:19. എല്ലാ പ്രിയപ്പെട്ടവരും എടുത്തു എന്ന് കരുതുന്നു. 19-ാം സങ്കീർത്തനം. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം, വീരനെ പോലെ തൻ്റെ ഓട്ടമോടുവാൻ സന്തോഷിക്കുന്നു. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും. എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് കർത്താവിന് മഹത്വം കരേറ്റാം. എല്ലാ ദ്വാരങ്ങളും തുറന്ന് ഒരു നിമിഷം കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് നമ്മെ പരിപാലിച്ച വിധങ്ങളെ ഓർത്ത്, നടത്തിയ വിധങ്ങളെ ഓർത്ത്, കരുതിയ വിധങ്ങളെ ഓർത്ത് ഹല്ലേലൂയ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാമല്ലോ. എത്ര അനർത്ഥങ്ങൾ നാം മുമ്പിൽ കണ്ടവരാ, എന്നാൽ അവയിലൊന്നും പെട്ടുപോകാതെ പണ്ട് സ്വർഗത്തിലെ ദൈവം ഒരു ദിവസവും കൂടെ നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകി കർത്താവിനെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. Thank you Jesus. Hallelujah, hallelujah, hallelujah. എല്ലാറ്റിലും ഉപരി ആമേ പുത്രത്വത്തിന്റെ പദവി നമുക്ക് നൽകിയതോർത്ത് ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു വരുവാൻ, കർത്താവിന്റെ സന്നിധിയോട് അടുത്തു വരുവാൻ, വിശുദ്ധ പദവിയിൽ നമ്മെ ആക്കി വെച്ച നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ഓർത്ത്, ആ നിത്യ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മെല്ലാവരും ദൈവസന്നിധിയിൽ നന്ദിയോടെ ആയിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പാടാം. അതേ കർത്താവേ, നന്മയല്ലാതെ അവിടുന്ന് ഒന്നും ചെയ്തിട്ടില്ല. ആമേ സ്തോത്രം. തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ ചേർന്ന് നമുക്ക് ഒരുമിച്ച് സമർപ്പണത്തോടെ ഈ ഗാനം പാടാമല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനെന്നിൽ പകരുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനെന്നിൽ പകരുന്നവൻ. യേശു, യേശു അവനായിരം വലിയവൻ, യേശു, യേശു അവനായിരം
നിന്നു തിരുസ്വരമനുസരിച്ച നമുക്കൊരു കീടും കൃപയാരുളിടുമേ ബലമണിയിക്കുമേ കൃപയാരുളിടുമേ ബലമണിയിക്കുമേ മാറമധുരമായി മാറ്റിടുമേ മാറമധുരമായി മാറ്റിടുമേ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം എല്ലാവരും ചേർന്ന് ഒരു ഗാനവും കൂടെ കരങ്ങളെ അടിച്ചു പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഗാനമാണ്. മറവിടമായി എനിക്ക് യേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ, മറന്നിടാതെ ഇവിടെ എന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. ആ ഗാനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമുക്ക് ഒരുമിച്ച് ധ്യാനത്തോടെ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. മറവിടമായി എനിക്കേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ, മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്, മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയാകുന്നെനിക്ക്. അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയാകുന്നെനിക്ക്. ആനന്ദ ജീവിത വഴിയിലിന്ന് അനുഗ്രഹമായി എന്നെ നടത്തിടുന്നു. ആനന്ദ ജീവിത വഴിയിലിന്ന് അനുഗ്രഹമായി എന്നെ നടത്തിടുന്നു. മറവിടമായി എനിക്കേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ, മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്, മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. ആമേൻ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാം. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാം. വരികയില്ല അവൻ എന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിടുന്നു. വരികയില്ല അവൻ എന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിടുന്നു. ആമേൻ. മറവിടമായി എനിക്കേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ, മറന്നിടാതിവിടെന്നെ കരു
പകലും എണ്ണി വസിച്ചിടുന്നു. ഈ നല്ല നാഥനെ കാണുവാനാ ഇരവും പകലും എണ്ണി വസിച്ചിടുന്നു. ആമേൻ. മാറാവിടമാ എനിക്കേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. ഓ വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വരഞ്ഞു ഞാൻ അറിയാനിടാ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വരഞ്ഞു ഞാൻ അറിയാനിടാ. വരികയില്ല അവൻ എന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിടുന്നു. വരികയില്ല അവൻ എന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിടുന്നു. മറവിടമായി എനിക്കേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. വാമേനീതാ വേഗം ഞാൻ വാനവിരവിൽ, ഇനിയും വരുമെന്നരുളി ചെയ്ത. ഇതാ വേഗം ഞാൻ വാനവിരവിൽ, ഇനിയും വരുമെന്നരുളി ചെയ്ത. ഈ നല്ല നാഥനെ കാണുവാനായി ഇരവും പകലും എണ്ണി വസിച്ചിടുന്നു. ഈ നല്ല നാഥനെ കാണുവാനായി ഇരവും പകലും എണ്ണി വസിച്ചിടുന്നു. ആമേൻ. മറവിടമാ എനിക്കേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. ആമേൻ. മറവിടമായി എനിക്കേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. ആമേൻ. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. ഓ മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ Hallelujah, hallelujah,
Hallelujah. Thank you, Jesus. Hallelujah. Amen. Thank you, Jesus. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഉറപ്പാണ്. ആമേൻ. അവിടുന്ന് വിശ്വസ്തന, വിളിച്ച ദൈവം വിശ്വസ്തന. വഴിയിൽ വലഞ്ഞു നാം അലയാൻ നമ്മുടെ കർത്താവ് അനുവദിക്കുന്ന കർത്താവല്ല. അവിടുന്ന് വലങ്കരത്തിന് പിടിച്ച് നമ്മെ നടത്തുന്ന കർത്താവ്. ആ ഉറപ്പല്ലേ പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽക്കാലവും അവൻ ദൈവസന്നിധിയിൽ ആയിരിപ്പാൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. Thank you, Jesus. Thank you, Lord. Hallelujah. Hallelujah. Thank you, Jesus. കർത്താവേ, അവിടുത്തെ മക്കളാകുന്ന അടിയങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോട് അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. അവിടുന്ന് മറവിടമായി ഞങ്ങളുടെ കൂടെയുള്ളത് കൊണ്ട് ആ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ച് ശത്രുവായവന് വിട്ടുകൊടുക്കാതെ സൂക്ഷിക്കുന്ന, കരുതുന്ന അവിടുത്തെ ദയയ്ക്കായി, വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. കർത്താവേ, അന്ത്യത്തോളം ഞങ്ങളെ നടത്തുവാൻ, ഞങ്ങളെ പരിപാലിപ്പാൻ, ഞങ്ങളെ കരുതുവാൻ ശക്തനായൊരു കർത്താവ് അവിടുന്ന് വലങ്കരത്തിന് പിടിച്ച് ആമേ ഇതാകുന്നു മകനെ മകളെ വഴി എന്ന് പറഞ്ഞ് ഓരോ ദിനവും അത്ഭുതകരമായി നിത്യതയുടെ പാതയിലൂടെ ഞങ്ങളെ നടത്തുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അടിയങ്ങളെ ഓരോരുത്തരെയും തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വീണ്ടും അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടുമാറാകണമേ. തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ ദൈവത്തിന് മഹത്വം. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയെ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരവസരവും കൂടെ നൽകി തന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, വിശേഷം നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ നമ്മുടെ പ്രിയ പാസ്റ്റർ ജേക്കബ് പാസ്റ്റർ ഇന്ന് നമ്മുടെ മധ്യയുണ്ട്. കഴിഞ്ഞ ഏകദേശം ആഴ്ചകളായി വിവിധ സെഷനുകളിൽ ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. ആമേ. പ്രിയ ഫിന്നി പാസ്റ്റർ നമ്മോട് ഒരുമിച്ചുണ്ട്. പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇന്ന് രാത്രിയിൽ തിരികെ മടങ്ങിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കട്ടെ. ശുശ്രൂഷകളെ കർത്താവ് അധികമായി മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആമേൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഓരോ ദിവസവും ഓരോ നിമിഷവും പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കൃപകൾക്കായി സ്തോത്രം. നാം വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് ചില ചിന്തകൾ ദൈവമക്കളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നാം വായിച്ച സങ്കീർത്തനം 19-ാം സങ്കീർത്തനം ഏവർക്കും സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് ഈ 19-ാം സങ്കീർത്തനം. അതിൻ്റെ ആദ്യ ഭാഗത്ത് ആദ്യം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ സൃഷ്ടിയിലെ ദൈവിക വെളിപ്പാടും, അതിൻ്റെ 2-ാം ഭാഗം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വചനത്തിലെ ദൈവിക വെളിപ്പാടുമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആമേൻ. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളുടെ ഉള്ളടക്കം സൃഷ്ടിയിൽ ദൈവമഹത്വം വെളിപ്പെട്ടതും, അതിൻ്റെ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ
വചനത്തിലൂടെ ദൈവകൃപ വെളിപ്പെട്ടതുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനൊന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. സ്തോത്രം. ആകാശവും ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുമ്പോൾ, ആകാശവിധാനം ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുമ്പോൾ, അതിൻ്റെ അർത്ഥം മേഘമണ്ഡലവും വായുമണ്ഡലവും നക്ഷത്രമണ്ഡലങ്ങളും എല്ലാം ദൈവമാണ് അവയെ സൃഷ്ടിച്ചതെന്ന് ഏത് സമയത്ത് ആ സൃഷ്ടിപ്പിനെ നോക്കിയാലും അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവയെല്ലാം സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുകയും ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആ മഹത്വത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സ്തോത്രം, നമുക്ക് ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോഴും നമുക്ക് പറയുവാനായിട്ട് കഴിയണം, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച കർത്താവിൻ്റെ മഹത്വം അതെത്ര വലിയതാണ്. ആമേൻ. അതുമാത്രമല്ല, 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ വളരെ ആഴമേറിയ ചിന്തകൾ അടങ്ങിയിട്ടുള്ള ഭാഗമാണ് 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ ആദ്യ ഭാഗം നാം വായിക്കുമ്പോൾ തിരുവെഴുത്തിനെ കുറിച്ചുള്ള 6 നാമകരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വ്യത്യസ്ത പേരുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. 7-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നുണ്ട്. അതിൽ ചിലത് ഒന്ന് യഹോവയുടെ ന്യായപ്രമാണമാണ്. 7-ാം വാക്യത്തിൽ തന്നെ അടുത്ത ഭാഗം ഉപയോഗിച്ചിട്ടുണ്ട്, യഹോവയുടെ സാക്ഷ്യമാണ്. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത് യഹോവയുടെ ആജ്ഞകളാണ്. 8-ാം വാക്യത്തിൽ തന്നെ അത് യഹോവയുടെ കൽപ്പനയാണ്. 9-ാം വാക്യത്തിൽ വരുമ്പോൾ യഹോവ ഭക്തിയാണ്. 9-ാം വാക്യത്തിൽ തന്നെ യഹോവയുടെ വിധികളാണ്. ഇങ്ങനെ വ്യത്യസ്തമായ നാമങ്ങൾ ദൈവവചനത്തിന് കൊടുത്തിരിക്കുന്നത് ആ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇനി അടുത്തൊരു ഭാഗം, ഈ നാമകരണങ്ങൾ കേവലം കൊടുത്തിരിക്കുക മാത്രമല്ല, ഈ വചനത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗമായി 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവിടുത്തെ വചനം എന്ന് പറയുന്നത്, അവിടുത്തെ 7-ാം വാക്യത്തിൽ അവിടുത്തെ ന്യായപ്രമാണം തികവുള്ളത്, ഇറ്റ് ഈസ് പെർഫെക്റ്റ്, അത് പൂർണ്ണമാണ്, അത് തികവുള്ളതാണ്. അടുത്ത ഭാഗം എന്ന് പറയുന്നത്, സ്തോത്രം, യഹോവയുടെ സാക്ഷ്യം അത് വിശ്വാസ്യമാണ്. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ദൈവവചനം എന്ന് പറയുന്നത് അത് നേരുള്ളതാണ്. സ്തോത്രം. 8-ാം വാക്യത്തിൽ തന്നെ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണ്. 9-ാം വാക്യം, ഈ വചനം അത് നിർമ്മലമായതാണ്. 9-ാം വാക്യത്തിൽ തന്നെ നാം വായിക്കുന്നു, ഈ ദൈവവചനം അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. ആ വചനം സത്യമായതാണ്, നീതിയുള്ളതാണ്, തേനിലും തേൻകട്ടയിലും മധുരമുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം പറയാം, തേനിലും തേൻകട്ടയിലും മധുരമായ ഈ ദൈവവചനം സ്തോത്രം നമ്മെ ഓരോരുത്തരെയും സന്തോഷിപ്പിക്കുവാനിടയായിത്തീരും. ആമേൻ. അവിടെ കൊണ്ടും തീരുന്നില്ല. വചനം ധ്യാനിക്കുകയും വായിക്കുകയും പഠിക്കുകയും അത് ഹൃദയത്തെ സംഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ഈ ഭാഗത്ത് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന്, ഈ വചനം അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. 2, ഈ വചനം ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. 3, ഈ വചനം കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. സ്തോത്രം. 4, ഈ വചനത്താൽ പ്രബോധനം ലഭിക്കുന്നു. ഇത് സ്തോത്രം ദൈവ പൈതലിന് തൻ്റെ വിശ്വാസ ജീവിതത്തിൽ വഴികാട്ടുകയാണ്, പ്രബോധനമാണ്, പ്രബോധനം ലഭിക്കുന്നു. അതിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഈ വചനത്തെ പ്രമാണിക്കുന്നവർക്ക് പ്രതിഫലം ഉണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ വ്യത്യസ്ത നാമത്തിൽ വചനത്തെക്കുറിച്ച് 19-ാം സങ്കീർത്തനം എഴുതിയിരിക്കുമ്പോൾ അതിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കി ഈ വചനത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാന് സ്തോത്രം അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന, കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന, ദൈവ പൈതലിന് വഴികാട്ടിയായി പാതയ്ക്ക് പ്രകാശമായിരിക്കുന്ന, പ്രമാണിക്കുന്നവർക്ക് പ്രതിഫലം സ്തോത്രം ഏകുന്ന ഈ ദൈവവചനത്തെ കൂടുതൽ ആശ്രയിച്ച് വചനപ്രകാരം ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. തുടർന്നുള്ള സമയങ്ങൾ സാക്ഷ്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ പഠിച്ച വാക്യം എഴുന്നേറ്റ് നിന്ന് പറയുമ്പോൾ, children can stand together and will recite the Bible verse. Joshua will come forward and will lead the session.
Praise God. Psalm 63 verses 1, 2 and 3. O God, you are my God. Early will I seek you. My soul thirsts for you. My flesh longs for you. In a dry and thirsty land where there is no water, I have looked for you in the sanctuary to see your power and your glory. Because your loving kindness is better than life, my lips shall praise you. Amen. ആമേൻ. ഷൗഡ് ഹല്ലേലൂയ. ആമേൻ. ഒരു നിമിഷം നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നാഥാ തിരുനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ ഇത്രത്തോളം അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. അവരുടെ യാത്രകളിൽ, പഠനത്തിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കുന്നു. ദൈവം അവരെ വീണ്ടും ബലപ്പെടുത്തുമാറാകണമേ. നല്ല അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി, ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ള കുഞ്ഞുങ്ങളായി വളരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കർത്താവെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവാത്മാവിൻ്റെ നിയോഗത്തിൽ, നിയന്ത്രണത്തിൽ, ആത്മാവിൻ്റെ ബലത്തോടെ യാത്ര ചെയ്യുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. ഒരു ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. യു ഓൾ മേ ബി സീറ്റഡ്. മുതിർന്ന പ്രിയപ്പെട്ടവരെ, സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സാക്ഷ്യം പറയാൻ സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നവർ. ഈ വിശുദ്ധ പകൽക്കാലം ഒമാൻ്റെ പ്രദേശത്ത് ഈ ദൈവമക്കളോട് ഒരുമിച്ച് ആരാധിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അടിയൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് സുമി എന്നാണ്. ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ലിനീഷ് ബ്രദറിൻ്റെ വൈഫാണ് ഞാൻ. കഴിഞ്ഞ 30-ാം തീയതി ഇവിടേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ദൈവമക്കളെല്ലാവരും എൻ്റെ യാത്രയെ ഓർത്ത് പ്രാർത്ഥിച്ചെന്ന് അടിയൻ അറിയാനുണ്ടായി. പ്രാർത്ഥിച്ച ഏവർക്കും നന്ദി പറയുന്നു. ക്ഷേമത്തോടെ എത്തിച്ചേരുവാൻ ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച പോലെ ഹസ്ബൻഡിന് ഒരു സർജറിയൊക്കെ നടക്കുവാനിടയായി. എന്നാൽ ദൈവമക്കളുടെ വിലയേറിയ പ്രാർത്ഥനയും കൂട്ടായ്മയും അത് ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. യാതൊരുവിധ പ്രയാസവും ഉണ്ടാവാതെ അതിൻ്റെ മധ്യത്തിലൊക്കെയും സമാധാനം അനുഭവിപ്പാൻ ദൈവം സഹായിച്ചു. തുടർന്ന് ഈ ഞായറാഴ്ച അത് സ്റ്റെൻറ്റ് റിമൂവലിന് വേണ്ടി കടന്നു ചെല്ലേണ്ടതുണ്ട്. ദൈവമക്കളുടെ വിലയേറിയ പ്രാർത്ഥന പിന്നെയും ചോദിക്കുകയാണ്. ചുമയുടെ ഒരു പ്രയാസം ഉണ്ട് ഇപ്പോൾ. അത് പൂർണ്ണമായും മാറണം. യാതൊരു ബുദ്ധിമുട്ടില്ലാതെ അതും ക്ഷേമത്തോടെ കഴിയാൻ തക്കവണ്ണം എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. അടിയൻ ഈ 28th വരെയാണ് ഇവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുവരെയും ദൈവസാന്നിധ്യം കൂടെ ഇരിക്കണം. ചർച്ചിനോട് ഒരുമിച്ച് ആരാധിപ്പാനും ആത്മീയ സന്തോഷം അനുഭവിപ്പാനും ദൈവമക്കളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിക്കുന്നു. തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ സഭയെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ആരുടെയും മുഖം പരിചയമില്ലെങ്കിലും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷമുണ്ട്. ഇന്ന് ഈ ആരാധനയിൽ എല്ലാവരുടെയും മുഖം കണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ നേരെ കാണാൻ തക്കവണ്ണം ദൈവം അവസരം തന്നതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പാട്ടുകാർ പാടിയ പോലെ നമ്മളെ വഴിയിൽ ഒരിക്കലും അലയാൻ ദൈവം സമ്മതിക്കുകയില്ല. ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവമടിനെ സഹായിച്ചു. കല്ലും മണ്ണും എന്ന് ആരാധിച്ചുകൊണ്ടിരുന്ന ആ സ്ഥാനത്ത് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ഇത്രത്തോളം അവസരം എൻ്റെ ജീവിതത്തിൽ തന്നതോർത്ത് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ത്യം വരെ വിശ്വസ്തയായിരിക്കാൻ തക്കവണ്ണം അടിയങ്ങളും ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ദൈവമക്കളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. ആമേൻ, ആമേൻ. സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും? ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ പകൽക്കാലം ദൈവസഭയുള്ള ഒരു സാക്ഷിയായി നിൽക്കുന്ന ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന ദൈവം സ്തുതിക്കുന്നു. കഴിഞ്ഞൊരു മാസക്കാലം പപ്പായ്ക്ക് നാട്ടിൽ നിന്ന് കടന്നു വരാൻ ഞങ്ങളോട് വരയ്ക്കാൻ സാധിച്ചു. ദൈവഹിതമായാൽ വരുന്ന ഞായറാഴ്ച ഞങ്ങൾ എല്ലാവരും കുടുംബമായിട്ട് ഒരുമിച്ച് നാട്ടിലേക്ക് വെക്കേഷനായിട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. സഭയുടെയും കർത്തദാസൻ്റെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ദിവസം ഇരുന്നുള്ളൂ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഒരു നിമിഷം നമുക്ക് പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ, സ്തോത്രം. പ്രിയ സിസ്റ്റർ സുമി സിസ്റ്ററെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര ചെയ്ത് ഇവിടെ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. പ്രിയ ലിനീഷ് ബ്രദറിനെ, പ്രിയപ്പെട്ടവരെ കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പൂർണ്ണ ആരോഗ്യവും ബലവും കർത്താവ് കൊടുത്ത് ബലപ്പെടുത്തേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി
അമ്മേ ദൈവകരങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമല്ലോ. അതുപോലെ പ്രിയ മനോജ് ബ്രദറിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കുടുംബമായി കർത്താവ് ഇത്രത്തോളം പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തുവാനിടയായി. അമ്മേ സ്തോത്രം. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു മാസക്കാലം പ്രിയ പപ്പ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കർത്താവ് അമ്മേ സ്തോത്രം അവരെല്ലാം ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഈ ഞായറാഴ്ച നാട്ടിലേക്ക് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നല്ലോ. യാത്രയിൽ കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കേണ്ടതിനും നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതിനോട് ചേർന്ന് 1-2 വിഷയം കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിച്ചു കൊള്ളട്ടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സഹോദരിയാണെന്നല്ലോ, ഇവിടുത്തെ PCOയുടെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന എസ്തേർ സാഗർ എന്ന് പറയുന്ന സഹോദരി. ആ സിസ്റ്ററുടെ മാതാവ് സിസ്റ്റർ ദിവാന് 71 വയസ്സുണ്ട്. ക്യാൻസറിൻ്റെ അഡ്വാൻസ് സ്റ്റേജിനാൽ വളരെ ഭാരപ്പെടുന്നു. പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന പ്രിയ കുടുംബമാണ്. സ്തോത്രം. ചില ആഴ്ചകൾക്ക് മുമ്പാണ് പ്രിയ സിസ്റ്ററുടെ പിതാവ് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടത്. പ്രിയ ആൻറ്റിയും വളരെ ആക്റ്റീവായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ദൈവസഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അമ്മേൻ സ്തോത്രം പ്രിയപ്പെട്ടവരെ പ്രിയ ആൻറ്റിയെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് വേണ്ട സൗഖ്യവും ബലവും ഒക്കെ നൽകേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ യൂത്ത് കൺവെൻഷൻ അടുത്ത് വരുന്നല്ലോ. യൂത്ത് കൺവെൻഷനെ ഓർത്ത് പ്രാർത്ഥിക്കാം. യൂത്ത് ഫെസ്റ്റിനെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്ന കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവ് ബലപ്പെടുത്തേണ്ടതിന് ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ ശുശ്രൂഷകൾ നടക്കുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസം വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ അറിഞ്ഞതുപോലെ ഇന്നലെ രാത്രി നാം പ്രാർത്ഥിച്ചതുപോലെ 1-2 പ്രിയപ്പെട്ടവർ കർത്തൃസന്നിധി ചേർക്കപ്പെട്ടു. ഭവനത്തെ ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അച്ചൻകുഞ്ഞ് ജോണി എന്ന് പറയുന്ന പ്രിയ അച്ചായൻ്റെ മാതാവ് കഴിഞ്ഞ ദിവസം കർത്തൃസന്നിധി ചേർക്കപ്പെട്ടു. ഈ അച്ചായന് ഫോർമർ ഡിസേർട്ട് ലൈൻ എംപ്ലോയിയാണ് ഹെയിലിൽ. ആമേൻ സ്തോത്രം. ആ ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തെ ശുശ്രൂഷകളെയൊക്കെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ ബ്രദർ KV മാത്യു ജോയി ചായൻ ആമേൻ MOD സലാലയിലും മസ്കറ്റിലും വർക്ക് ചെയ്തിട്ടുണ്ട്. കർത്തൃസന്നിധി ചേർക്കപ്പെട്ടു. ഞായറാഴ്ച 6-ാം തീയതി ഞായറാഴ്ച ഫ്യൂണറൽ ക്രമീകരിച്ചിരിക്കുന്നു. ശുശ്രൂഷകളെ ഓർത്ത് ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തെ സ്വർഗത്തിലെ ദൈവം ആശ്വസിപ്പിക്കേണ്ട നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയും ദൈവകരങ്ങളെ ഏൽപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പരിശുദ്ധനാം ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഇന്നലെ സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇൽഭാൽക്കാലം ദൈവമേ അങ്ങനെ സ്ഥലം വരാൻ കഴിഞ്ഞ കൃപയ്ക്കായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നല്ല പാട്ടുകൾ തന്നു, നല്ല സങ്കീർത്തനം തന്നു ദൈവമേ, സ്തോത്രം. ഇതിനാ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവമേ നമ്മളെല്ലാം പരിപാലിച്ച വിധങ്ങൾക്കായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പറയപ്പെട്ട വിഷയങ്ങളെല്ലാം ദൈവം എങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കും. ദൈവം പ്രതികാല സുവിശേഷക്കായ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. ദൈവമേ നാട്ടിൽ നിന്ന് ഇവിടെ കടന്നു വരാൻ കഴിഞ്ഞ കൃപയ്ക്കായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന സമയങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയും പരിപാലനം കൂടി ഉണ്ടായിരിക്കാനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാല നിഷ്പന്ന അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കും. ദൈവമേ ഈ ദിവസങ്ങൾ സർജറി എല്ലാം ദൈവമേ വളരെ അനുഗ്രഹമായ രീതിയിൽ കഴിയാൻ കഴിഞ്ഞതിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങൾ സിൻഡ്രോമെല്ലാം ഉണ്ട് ദൈവമേ, സ്തോത്രം. അതെല്ലാം ദൈവമേ നന്നായി നടപ്പാൻ ദൈവമേ സഹായിക്കുമാറാകണമേ. ചുമയുള്ള അസ്വസ്ഥ നല്ല പൂർണ്ണമായ ഒരു വിടുതൽ ദൈവമേ കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ സ്തോത്രം. ഇവിടുമായി ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും പരിപാലനം കൂടിയിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേകമായ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. ദൈവമേ ഹല്ലേലൂയ. പിതാവൊക്കെ ദൈവമേ ഇവിടെ ദൈവമേ ഹല്ലേലൂയ. പിതാവ് ദൈവമേ ഇവിടെ സ്തോളം ഇവിടെ ആയിരിക്കാൻ ദൈവമേ കൃപ നൽകില്ല. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവർ വരുന്ന ഞായറാഴ്ച ദൈവമേ ഹല്ലേലൂയ നാട്ടിലോട്ട് കടന്നു പോകുന്നുള്ള ദൈവമേ സ്തോത്രം. ദൈവമേ യാത്രയിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യ സംരക്ഷണം കൂടിയിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിലായിരിക്കുമ്പോൾ ദൈവകൃപയ്ക്ക് മർശമുള്ളവേ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ സ്തോത്രം. പ്രത്യേകാൽ ദൈവമേ നമ്മുടെ യൂത്ത് ഫെസ്റ്റിനായ ദൈവമേ യൂത്ത് കൺവെൻഷനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. ദൈവമേ അതിന് അനുഗ്രഹപ്പെട്ട രീതിയിൽ ദൈവമേ നടപ്പാൻ ദൈവമേ ഇടവരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ ദൈവമേ പരിപാലനം ദൈവം അതിനുമേൽ ഉണ്ടായിരിക്കുമാറാണ് വരുന്ന ദേവദാസനായ സ്തോത്രം. അങ്ങയുടെ ആലോചന ദൈവമേ ദേവദാസനിലൂടെ അറിയിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം ചെയ്ത് മാതാവിനെ പൂർണ്ണ സൗഖ്യം പെടുതൽ ദൈവം ഈ ദിവസങ്ങൾ കൊടുക്കുമാറാകണമേ. ക്യാൻസറിൻ്റെ അഡ്വാൻസ് സ്റ്റേജിലാണല്ലോ ദൈവമേ സ്തോത്രം. പക്ഷേ ദൈവമേ അങ്ങയിൽ അസാധ്യമായതൊന്നുമില്ലാലോ ദൈവമേ സ്തോത്രം. ഒരു പൂർണ്ണ സൗഖ്യം വിടുതലും പരിപാലനവും കൂടിയിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ സ്തോത്രം. അതുപോലെ ദൈവമേ വേർപാടിൻ്റെ ദുഃഖത്തിൽ ആയിരിക്കുന്ന ദൈവമേ കുടുംബാംഗങ്ങളെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കും. ദൈവമേ സ്തോത്രം. ദൈവത്തിൻ്റെ ആശ്വാസം ദൈവമേ അവൻ്റെ മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ സ്തോത്രം. അതുപോലത്തെ ദൈവമേ ഇന്നത്തെ വചന സൃഷ്ടി അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കും. ദൈവമേ സ്തോത്രം. അങ്ങനെ ദാസനിലൂടെ ദൈവമേ ഹല്ലേലൂയ അങ്ങനെ ആലോചന അറിയിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ.
കർത്തനമേഷ ദൈവമേ നമ്മുടെ മധ്യയിരിക്കുന്നല്ലോ ദൈവമേ സ്തോത്രം. ദൈവമേ സ്തോത്രം. പകലത്തോടുകൂടി ദൈവമേ പങ്കുചേരുവാൻ ദൈവമേ ഇവിടെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. വന്നതുപോലെയല്ല ദൈവമേ സ്തോത്രം. ആത്മാവിൽ ദൈവമേ ബലപ്പെട്ട് തിരിച്ചു പോകാൻ ദൈവമേ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ഒരിക്കൽ കൂടി ദൈവം അങ്ങനെ കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. സകല യേശു ക്രിസ്തു നാമത്തിലെ അപേക്ഷയുള്ള കൃപയും സ്വകപിതാവേ. ആമേൻ ആമേൻ. സ്തോത്രം. നമ്മുടെ സലാല സഭയിലെ മെമ്പറായിരിക്കുന്ന പ്രിയ ജോർജ് ഷമേൽ ബ്രദർ കുടുംബം പ്രിയപ്പെട്ടവരെ നമ്മോട് ഒരുമിച്ച് ഇന്ന് മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. ആമേൻ. അവരെ ഓർത്തും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ അനുഗ്രഹീത ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ആമേൻ ദേവദാസനാണ്. ദേവദാസനെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ ജേക്കബ് പാസ്റ്റർ ഇപ്പം മുമ്പോട്ട് കടന്നു വന്ന ചില സമയങ്ങൾ ദേവദാസനെടുക്കും. കർത്താവിൻ്റെ വലിയേറെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ഒരു മാസം എനിക്കും മകനും ഇവിടെ ദൈവസഭയിൽ വേണ്ടുവോളം ശുശ്രൂഷിക്കത്തക്കോണം അവസരങ്ങൾ കർത്താവ് തന്നു. ദൈവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. സെക്രട്ടറി, കമ്മിറ്റി ഭാരവാഹികൾ, എൽഡേഴ്സ്, ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി ഞങ്ങൾ ഇവിടെ നിന്ന് ബോംബെ വഴി ചെന്നൈ വഴി വെല്ലൂരിലേക്ക് കടന്നു പോകുന്നതായിരിക്കും. ദൈവങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകിച്ച് തേടുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ വെളിയൂരോട് കാണിച്ച സ്നേഹം, ശുശ്രൂഷ, ആദരവ് എല്ലാത്തിനും വളരെ നന്ദി ദൈവനാമത്തിൽ ദൈവസഭയോട് അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എവിടെ പോയാലും ഒരു രീതി ഇങ്ങനെയാണ്. ഈ പ്രാവശ്യം ഇവിടെ വന്നും സാമ്പത്തികമായി ദൈവമക്കൾ വളരെയധികം ആദരിച്ചു. 4 ലക്ഷത്തിപ്പരം രൂപ ഇന്ത്യൻ കാശ് കിട്ടി. ഇത് മുഴുവനും ഞാൻ പ്രിൻസിപ്പൽ ബ്രദറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ട്രസ്റ്റിലിടത്തക്കവണ്ണം അത് ഗവൺമെൻറ് മുഴുവൻ കാണിച്ച് റിട്ടേൺസ് ഫയൽ ചെയ്ത ശേഷം അവിടെ ഈ പ്രാവശ്യത്തെ വരവിൻ്റെ ഉദ്ദേശം അവിടെ ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന 1000കണക്കിന് ജനങ്ങൾ സൗജന്യമായി, പാവങ്ങൾക്ക് സൗജന്യമായി താമസിക്കുന്ന പേഷ്യൻ്റായി വരുന്നവർക്ക് അവിടെ ഉള്ള ദിവസങ്ങൾ കൊണ്ട് അവർ സൗജന്യമായി താമസിക്കണം. ഒരു ഗുഡ് സാമരിറ്റൻ ഹോം പണിയണം. അതിലൂടെ ആയിരങ്ങൾ അവിടെ ഡെയിലി പ്രാർത്ഥന വെച്ച് അവർ യേശുവിൽ കൊണ്ടുവന്ന് മാനസാന്തരപ്പെടുത്തി സ്നാനപ്പെടുത്തി വടക്കേണ്ടി യേശുവിന് വേണ്ടി പിടിക്കണം. ഈ പൈസ മുഴുവനും ആ രീതിയിൽ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെലവിടുന്നതായിരിക്കും. അതും ദൈവനാമ മഹിമയ്ക്ക് വേണ്ടി പറയുന്നു. നിങ്ങൾ ചെയ്തതെല്ലാം നിത്യതയിൽ നോർത്ത് ഇന്ത്യയെ യേശുവിന് വേണ്ടി നേടുവാനുള്ള ഒരു വലിയ സംരംഭമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്കൂടെ, അവിടെ CMC കൂടാതെ അവിടെ വെല്ലൂർ മെഡിക്കൽ കോളേജ് VIT എന്ന് പറഞ്ഞൊരു വലിയ ഇൻ്റർനാഷണൽ എഞ്ചിനീയറിംഗ് കോളേജ് അവിടെ ഉണ്ട്. കഴിഞ്ഞ ചില വർഷങ്ങളിൽ നമ്മുടെ ഗൾഫിൽ നിന്ന് 2, 3, 4 ചെറുപ്പക്കാരവിടെ പഠിക്കാൻ വന്നു. ഞാനായിരുന്നു അവരുടെ ഗാർഡിയൻ. പക്ഷെങ്കിൽ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ 3-ാം വർഷം 4-ാം വർഷം ആകുമ്പോഴത്തേക്ക് ചിലർ നിരീശ്വരവാദികളായി, ചില ഡ്രഗ്സിന് അടിമപ്പെടുന്നു. ഞാൻ വളരെ ഇവരെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. എനിക്ക് മനസ്സിലായതൊന്ന്, ഗൾഫിലെ കുഞ്ഞുങ്ങളൊക്കെ ബ്രോയിലർ കോഴിയാണെന്ന് എനിക്ക് മനസ്സിലായി. AC വീട്, AC ചർച്ച്, AC സ്കൂള്, AC കാർ, ഇതല്ലാതെ ഇവർക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ലോകം എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ കുഞ്ഞുങ്ങൾ 8, 9, കുറഞ്ഞ വർഷം 8, 9, 10, 11, 12 ആ ടോപ്പിലെ ആ 3-4 വർഷം പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സഭ പ്രത്യേകിച്ച് ഇവർ നാളെ യൂണിവേഴ്സിറ്റിയിലോട്ട് ചെന്നാൽ എത്തിസം, ഗെയിസം, ലെസ്ബിനിസം, സാത്താനിസം ഇങ്ങനെയുള്ള പൈശാചിക സ്പിരിറ്റുള്ള യൂണിവേഴ്സിറ്റിയിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ വലിയൊരു തീക്കുണ്ടത്തിലേക്ക് കുഞ്ഞുങ്ങൾ പോയി ചാടുക. ഇവരുടെ വിശ്വാസം ഒലഞ്ഞു പോകരുത്, ഇവരുടെ വിശുദ്ധി ഉടഞ്ഞു പോകരുത്, ഇവർ കർത്താവിൽ നിന്ന് അകന്നു പോകരുത്. അത് ഞാൻ അവിടെ കണ്ടു. പലരും ഒരു വാക്ക് പോലും എന്നോട് പറയാതെ പോയി. കാരണം അത്രമാത്രം ഈവിളാണ് ഇന്ന് യൂണിവേഴ്സിറ്റിക്കകത്ത് നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യൂത്ത് കൺവെൻഷനും മറ്റും ഉണ്ട്. അവരൊത്തിരി അവരുടെ കുറേ അറിവുകൾ പ്രസംഗിക്കുന്നതിനേക്കാൾ ഇവർ നാളെ യൂണിവേഴ്സിറ്റി നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്ത് അവർക്ക് ക്വസ്റ്റ്യൻ ആൻസർ വെച്ച് അവർ നാളെ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്തോണം? ദൈവസഭയാൽ കൊടുത്തോണം. ഒരെണ്ണം കർത്താവിനെ വിട്ടു പോകരുത്. അത് എൻ്റെ ഹൃദയത്തെ ഒത്തിരി നാളായി വേദനിപ്പിക്കുന്നൊരു ഭാരം ഞാൻ ജസ്റ്റ് ദൈവസഭയുടെ മധ്യത്തിൽ വെച്ചെന്ന് മാത്രം
എല്ലാ മഹത്വവും കർത്താവിന്. താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു പാസ്റ്റർ. കർത്താവിൻ്റെ ദാസനെയും കുടുംബമായി ശുശ്രൂഷകളെയും കർത്താവ് ധാരാളം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒരു തിരുവചന ഭാഗം നമുക്കെടുക്കാം. 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. 2 തരം ആളുകളെ ഇവിടെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ വരച്ച് കാണിച്ചിരിക്കുകയാണ്. 1 ദൈവത്തിൽ നിന്നുള്ളവർ, 2 പിശാചിൽ നിന്നുള്ളവർ അല്ലെങ്കിൽ സാത്താനിൽ നിന്നുള്ളവൻ. എന്നാൽ അതിൻ്റെ അടുത്ത വാക്യം വളരെ ശ്രദ്ധയോടെ നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഈ പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അതിൻ്റെ അർത്ഥം പിശാചിൻ്റെ അടിമത്വത്തിൽ പാപത്തിൽ കിടന്ന സകല മാനവജാതിയെയും അവൻ്റെ പ്രവർത്തികളെ അഴിച്ച് വിടുവിച്ച് സ്തോത്രം നിത്യതയോട് അടുപ്പിക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. കർത്താവിൻ്റെ വരവിനെ ഈ ഭൂമിയിലെ ആഗമനത്തോടുള്ള ബന്ധത്തിൽ 3 പദപ്രയോഗങ്ങളാണ് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിൽ 1 നമ്മുടെ കർത്താവ് വന്നു എന്നുള്ളതാണ്. ഹി കെയിം, അവൻ വന്നു. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 45-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ അവൻ വന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം വായിച്ച ഈ അധ്യായത്തിൻ്റെ 5-ാം വാക്യം, 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. ഹി അപ്പിയേർഡ്, അവൻ പ്രത്യക്ഷനായി എന്ന് അവിടെ അവൻ വായിക്കുന്നുണ്ട്. നാം ഇപ്പോൾ വായിച്ച 8-ാമത്തെ വാക്യത്തിലും അത് തന്നെയാണ് നാം കാണുന്നത്, അവൻ പ്രത്യക്ഷനായി. 1 തീമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ഹി റിവീൽഡ് ഹിംസെൽഫ്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അങ്ങനെയെങ്കിൽ സ്തോത്രം, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നു, അവിടുന്ന് പ്രത്യക്ഷനായി. അവൻ സ്തോത്രം ജഡത്തിൽ വെളിപ്പെട്ടു. അവൻ എന്തിനാണ് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നത്, പ്രത്യക്ഷനായത്, വെളിപ്പെട്ടത്? അവൻ വ്യക്തമായി റോമാലേഖനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ സ്തോത്രം അവിടുന്ന് ദൈവത്തെ സകല മാനവജാതിക്കും വെളിപ്പെടുത്തേണ്ടതിന് ഈ ഭൂമിയിലേക്ക് അവിടുന്ന് വെളിപ്പെട്ടു. റോമാലേഖനം അതിൻ്റെ 1-ാം അധ്യായം 18 മുതൽ താഴേട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവം ആരെന്നറിഞ്ഞ് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ മനുഷ്യർ വ്യർത്ഥരായി തീർന്നപ്പോൾ, ജ്ഞാനികളെന്ന് പറഞ്ഞ് മൂഢ സ്വഭാവം മനുഷ്യർ കാണിച്ചപ്പോൾ, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, അമിസ്തോത്ര പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ സാദൃശ്യത്തിലാക്കി മനുഷ്യൻ പാപത്തിന്റെ
പടുകുഴിയിലേക്ക് വീഴപ്പെട്ടപ്പോൾ അവർക്ക് യഥാർത്ഥമായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വെളിപ്പെട്ടു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ദൈവം പുത്രനിലൂടെ തന്നെത്താൻ വെളിപ്പെടുത്തി. നമ്മൾ തുടർന്ന് ദൈവവചനമൊക്കെ വായിക്കുമ്പോൾ ആ ഭാഗത്തിന് സ്തോത്രം പ്രാധാന്യം കൊടുക്കാതെ മുമ്പോട്ട് പോയിട്ട് അടുത്ത ഭാഗത്തേക്ക് ഞാനൊന്ന് കയറുകയാണ്. അമ്മേൻ അവിടെ എഴുതിയിട്ടുണ്ട്, സ്നേഹം പ്രത്യക്ഷമായി. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചു. സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹം അവിടുന്ന് നമ്മോട് വെളിപ്പെടുത്തി. 2, അമ്മേ സ്തോത്രം, അവിടുത്തെ വെളിച്ചം നമ്മുടെ മുൻപാകെ പ്രത്യക്ഷമായിട്ടുണ്ട്. വചനം പറയുന്നു, 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്, സ്തോത്രം, അമ്മേ ദൈവം വെളിച്ചമാണ്, അവിടുന്ന് ജീവന്റെ വെളിച്ചമാണ്, അവനെ അനുഗമിക്കുന്നവർ അമ്മൻ വെളിച്ചത്തിലാണ് വസിക്കുന്നത്. അമ്മൻ മത്തായിയുടെ സുവിശേഷം വായിക്കുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അങ്ങനെയെങ്കിൽ അമ്മൻ വെളിച്ചമാകുന്ന അമ്മൻ ദൈവത്തെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ഏതു സമയത്തും ലോകത്തിന് വെളിച്ചമായിരിക്കും എന്നുള്ളതിൽ തെല്ലു സംശയമില്ല. 3-ാമത്തെ ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുന്നുണ്ട്, ജീവൻ പ്രത്യക്ഷമായി, സ്നേഹം പ്രത്യക്ഷമായി. എല്ലാവരും ഒന്ന് ഒരുമിച്ച് പറഞ്ഞാട്ടെ. സ്നേഹം പ്രത്യക്ഷമായി, വെളിച്ചം പ്രത്യക്ഷമായി, ജീവൻ പ്രത്യക്ഷമായി. ജീവൻ നമ്മെ കേവലം ജീവനല്ല, പകരം വചനം നമ്മെ പഠിപ്പിക്കുന്നു, നിത്യ ജീവൻ പ്രത്യക്ഷമായി. 1 യോഹന്നാൻ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്. ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ 1:2. ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾക്ക് പ്രത്യക്ഷമായ കേവലം ജീവനല്ല, അടുത്ത വാക്യം വ്യക്തതയോടെ പറയുന്നു, അവിടുന്ന് ആരാണ്? നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്തു. ഈ ജീവന് സ്തോത്രം, ജീവൻ പ്രത്യക്ഷമായെങ്കിൽ അതിന് മറ്റൊരു പേര് വ്യക്തതയോടെ പ്രത്യേകത രേഖപ്പെടുത്തിയിരിക്കുന്നു, അത് നിത്യജീവനാണ്. സ്തോത്രം. ജീവനിൽ നിന്നും മാത്രമേ ജീവൻ ഉളവാകുകയുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാം, അതൊരു പൊതുതത്വമാണ്, ശാസ്ത്രമാണ്. ജീവനിൽ നിന്നും മാത്രമാണ് സ്തോത്രം ജീവൻ ഉളവാകുന്നത്. അങ്ങനെയെങ്കിൽ സ്തോത്രം ജീവന്റെ കാരണം എന്ന് പറയുന്നത് ജീവനുള്ള ദൈവമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സ്തോത്രം. ആമേ ഹല്ലേലൂയ. ആമേ മൂകരായിരിക്കുന്ന, അനങ്ങാതെയിരിക്കുന്ന സ്തോത്രം യാതൊരു വസ്തുവിൽ നിന്നും ജീവൻ ഉളവാക്കുവാൻ കഴിയുന്നതല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തിൽ നിന്ന് ജീവനായവൻ ഈ ഭൂമിയിൽ അവതരിപ്പിക്കുവാൻ പ്രത്യക്ഷനാകുവാൻ ഇടയായി തീർന്നവന്റെ പ്രത്യേകത സ്തോത്രം കേവലം ജീവനല്ല, അവിടുന്ന് നിത്യജീവനാണ്. സ്തോത്രം. അതാണ് അവിടെ പറയുന്നത്, ഞങ്ങൾക്ക് നിത്യജീവൻ പ്രത്യക്ഷമായി. എന്തിനാ ഈ നിത്യജീവൻ പ്രത്യക്ഷമായത്? ഒറ്റ റീസൺ. ആമേ സ്തോത്രം, തൻ്റെ ജനത്തിൻ്റെ സന്തോഷം പൂർണ്ണമാകണം. 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഇതെന്ത് ചെയ്തിരിക്കുന്നു? സ്തോത്രം. കർത്താവ് പ്രത്യക്ഷമായി എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്, അവിടുന്ന് വന്നു എന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട്, അവിടുന്ന് വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. എന്നാൽ നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ വ്യക്തതയോടെ രേഖപ്പെടുത്തിയിരിക്കുകയാ. സ്തോത്രം. അവിടുന്ന് കേവലം വെളിപ്പെടുകയോ പ്രത്യക്ഷപ്പെടുകയോ മാത്രമല്ല, അവിടുന്ന് നിത്യജീവൻ പകരുന്നവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. യോഹന്നാൻ ലേഖനത്തിൽ തന്നെ ചില വാക്യങ്ങൾ വായിക്കുന്നത്. അതിൻ്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. അങ്ങനെയെങ്കിൽ സ്തോത്രം, ആ നിത്യജീവനായ സത്യദൈവമായ ആ കർത്താവിനെ സേവിപ്പാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശുദ്ധ ജനത്തെ ഓർത്ത് ഇന്ന് പകൽക്കാലവും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. ഈ ആഴമേറിയ മർമ്മം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അവിടുന്ന് പ്രത്യക്ഷനായത് വെറുതെയല്ല, അവിടുന്ന് വെളിപ്പെട്ടത് വെറുതെയല്ല, അവിടുന്ന് ഈ ഭൂമിയിൽ അവതരിച്ചത് വെറുതെയല്ല, അവിടുന്ന് സത്യജൈവവും നിത്യജീവനും അത്രേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി
അവിടുന്ന് ഈ ഭൂമിയിൽ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശങ്ങളിൽ വ്യക്തതയോടെ ഒരു കാര്യം നാം വായിച്ച വചനഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുന്ന് വന്നത് പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാനത്രേ. സ്തോത്രം. അതിൻ്റെ ഇംഗ്ലീഷ് somebody from children's side, can you just read 1 John chapter 3 and verse 8. Somebody from He that committed sin is of the devil, for the devil sinned from the beginning. For this purpose the Son of God was manifested, that he might destroy the works of the devil. അവിടെ ഒരു പദം പ്രത്യേകം ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. The Son of God, എൻ്റെ വേർഷനിൽ അപ്പിയേർഡ് എന്നാണ്, മുമ്പ് വായിച്ചത് മാനിഫെസ്റ്റഡ് എന്നാണ്. അപ്പിയേർഡ് ഫോർ ദിസ് പർപ്പസ് ടു ഡിസ്ട്രോയ് ദ വർക്ക്സ് ഓഫ് ദി, മലയാളത്തിൽ അഴിപ്പാൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഉപയോഗിച്ചിരിക്കുന്നത് ഡിസ്ട്രോയ് എന്നാണ്. അതിൻ്റെ അർത്ഥം തകർക്കാനാ. ഇനി ഒരിക്കലും എഴുന്നേറ്റ് വരാതെ വണ്ണം പിശാചിന്റെ സകല പ്രവർത്തികളെയും തകർത്ത് കളയുവാൻ സ്തോത്രം നമ്മുടെ ആരുമനാഥൻ പ്രത്യക്ഷനായി എന്ന് പകലും അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. സ്തോത്രം. പിശാചിന്റെ സകല പ്രവർത്തികളെയും മാനവജാതിയെ മുഴുവൻ കുടുക്കി വെച്ചിരുന്ന സ്തോത്രം മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം തടഞ്ഞു വെച്ചിരുന്ന അവരുടെ നിത്യതയ്ക്ക് തടസ്സം സൃഷ്ടിച്ചിരുന്ന സകല പ്രവർത്തികളെയും അഴിപ്പാൻ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ പ്രത്യക്ഷനായി. സ്തോത്രം. അതിന്റെ അർത്ഥം പിശാചിന്റെ സകല പ്രവർത്തികളുടെയും സംഹാരം നമ്മുടെ അരുമനാഥൻ കാൽവറി ക്രൂശിൽ നടത്തി. അതുകൊണ്ട് വചനം പറയുന്നു അവിടുന്ന് കാൽവറി ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ദൈവസന്നിധി കടന്നു വന്നിരിക്കുമ്പോൾ സ്തോത്രം അവ തോറ്റവരായിട്ടല്ല നാം കടന്നു വന്നിരിക്കുന്നത്, ജയാളിയായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഈ പൈശാചിക മണ്ഡലം മാനവജാതിയെ കുടുക്കിക്കളഞ്ഞ ഒരു സംഭവമുണ്ട്. നമുക്കേവർക്കും സുപരിചിതമായ ഒരു സംഭവം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഒരു ചോദ്യത്തിൽ നിന്ന് ആരംഭിക്കുന്ന ആ സംഭവം നമുക്കെല്ലാവർക്കും ഏറെ സുപരിചിതമാണ്. അതിൻ്റെ ആദ്യ ഭാഗത്ത് സ്തോത്രം പിശാച് അല്ലെങ്കിൽ സാത്താൻ ഒരു പാമ്പിൻ്റെ രൂപത്തിൽ സ്ത്രീയുടെ അടുക്കൽ വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാ: ദൈവം വൃക്ഷത്തിൻ്റെ ഫലവും തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ ചോദ്യം പ്രിയപ്പെട്ടവർ വേണം ഒരു 2-3 ആവർത്തി ഒന്ന് വായിക്കണം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആ സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഇൻഡീഡ്, നിശ്ചയമായി, തീർച്ചയായി, വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? പ്രിയരെ, ഒന്ന് ശ്രദ്ധിച്ചേ. ഇതൊരു ഒഴുക്കൻ ചോദ്യമല്ല. ആ ചോദ്യത്തിന് അകത്ത് സ്തോത്രം വളരെ അർത്ഥം അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നു. വാസ്തവമായി, യഥാർത്ഥത്തിൽ നിങ്ങളോട് കഴിക്കരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ? ഞാൻ പറയും, എല്ലാ ചോദ്യത്തിനും വിശദമായ ഉത്തരം കൊടുക്കാൻ പോകരുത്. ഇവിടെ ഈ സ്ത്രീക്ക് പറ്റിയ ഒരു വലിയ തെറ്റ് അവിടെ വ്യക്തതയോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമില്ലാത്ത വിശദീകരണം എന്ത് ചെയ്തു അവിടെ നടത്തിയിട്ടുണ്ട്. അതെൻ്റെ ഭാഗം ഞാനൊന്ന് പറയുകയാണ്. അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിലെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കി വേണം
സംസാരിക്കാൻ. ഈ കർത്താവായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പരസ്യ ശുശ്രൂഷ നടത്തുന്ന സമയത്ത് തൻ്റെ മുൻപാകെ പല വിധത്തിലുള്ള ജനമാണ് വന്നത്. അതിൽ ഒരു കൂട്ടരെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമേൻ. അവർ വന്നത് യേശുവിനെ വാക്കിൽ കുടുക്കാനാണ് വന്നേ. ആമേൻ. അവിടുന്ന് പറയുന്ന വാക്കുകളെ എടുത്തിട്ട് എങ്ങനെയെങ്കിലും യേശുവിനെ കുടുക്കണം, വാക്കിൽ കുടുക്കണം എന്ന ചിന്തയിൽ കടന്നു വന്ന സ്തോത്രം വ്യക്തികൾ, സമൂഹം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സ്തോത്രം മുൻപിൽ നിൽക്കുന്ന സ്തോത്രം വ്യക്തി വചനം പറയുന്ന കൗശലക്കാരന് ചോദ്യം വാസ്തവമായിട്ട് കൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് സ്തോത്രം അനാവശ്യ വിശദീകരണത്തിന് പോയി. എന്താ വിശദീകരണത്തിന്റെ പ്രത്യേകത? അവിടെ എഴുതിയിരിക്കുക, നിങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന്. എന്തോ കാര്യമാണെന്ന് ഓർത്ത് നോക്കി. നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് സ്തോത്രം അവനൊരു വാക്ക് കിട്ടി, ഇതിൽ നിന്ന് തന്നെ കിട്ടി. എൻ്റെ കൊച്ചെ, നീ എന്ത് ചെയ്യത്തില്ല? ആമേൻ. ഈ ആവശ്യമില്ലാത്ത ഞാൻ എൻ്റെ ഭാഷയിൽ അങ്ങ് പറയുകയാ. ആവശ്യമില്ലാത്തൊരു വിശദീകരണം അവിടെ നടത്തിയതാ. നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന്. ഞാൻ പറയുന്ന ഒരൊറ്റ വാക്കിൽ എസ് ഓർ നോ പറഞ്ഞ് എന്ത് ചെയ്താൽ മതിയായിരുന്നു? നിർത്തിയാൽ മതിയായിരുന്നു. അതിന് പകരം വ്യക്തതയോടെ, ഇത് എന്തിനാണെന്നറിയാമോ? നമുക്കൊരു പാഠമായിട്ടൊക്കെ ഇത് എഴുതി വെച്ചിരിക്കുന്നത്. സ്തോത്രം തിരിച്ചറിഞ്ഞോണം. പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് സ്തോത്രം പൈശാചിക മണ്ഡലങ്ങളെ ജയിക്കുവാനുള്ള സ്തോത്രം ബലം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാം, ഇപ്രകാരമുള്ള വിശദീകരണം നടത്തുമ്പോൾ അവൻ ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്തോത്രം. അവിടെ അതിന് തന്നെ മറുപടി സ്ത്രീയോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? 4-ാമത്തെ വാക്യം, നിങ്ങൾ ആ വാക്യം ഒന്ന് എടുത്ത് വായിച്ചാൽ മതി. അവിടെ എഴുതിയിട്ടുണ്ട്, പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. മുകളിലൊന്ന് വാസ്തവമായി എന്ന് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്ത് പറയുക, സ്തോത്രം, ഈ ഫലം നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല. ആമേൻ. എന്തിനാ ഈ വിശദീകരണം? ആ മരിക്കാതിരിക്കേണ്ടതിന് എന്ന് രേഖപ്പെടുത്തി പറഞ്ഞിരുന്നത് കൊണ്ടാണ് അടുത്ത പദം പൈശാചിൽ നിന്ന് ലഭിച്ചത്. അടുത്ത ആൻസർ അല്ലെങ്കിൽ അടുത്ത കാര്യം ലഭിച്ചത്. സ്തോത്രം, നിങ്ങൾ മരിക്കുകയില്ല. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, ഒന്നും കൂടെ ആവർത്തിക്കാം. ആമേൻ. വിശദീകരണം കൊടുക്കേണ്ടത് മാത്രമേ എന്ത് ചെയ്യാവൂ. ആമേൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ വായ എന്ത് ചെയ്യും? കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നു. സ്തോത്രം. പറയേണ്ട കാര്യങ്ങളല്ലാതെ സ്തോത്രം പറഞ്ഞു കഴിയുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, സ്തോത്രം, പിശാച് മുതലെടുക്കുവാനിടയാകും. ആമേൻ. ഇതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇനി അടുത്ത ഭാഗത്തേക്ക് ഞാനൊന്ന് വരികയാണ്. അവിടെ എഴുതിയിരിക്കുക, നീ മരിക്കയില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിന്റെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ആരറിയുന്നു? ദൈവം അറിയുന്നു. ആ ഭാഗം ഒന്നും കൂടെ വായിച്ചോണേ. ആരറിയുന്നു? ദൈവം അറിയുന്നു. അതുകൊണ്ടാണ് കുഞ്ഞെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ശ്രദ്ധിച്ച് 6-ാം വാക്യം, ആ വൃക്ഷഫലം കാണാൻ ഭംഗിയുള്ളതോ ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട്. സ്തോത്രം. തിന്നുന്നതിന് മുമ്പേ ചിലതൊക്കെ കണ്ടു. അതെന്താ കണ്ടേ? അവിടെ എഴുതിയിരിക്കുന്ന 6-ാം വാക്യത്തിൽ, ആ വൃക്ഷഫലം തിന്നുവാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യു എന്ന് സ്ത്രീ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില കാഴ്ചകൾ ആ സമയത്ത് ആ സ്ത്രീയുടെ കണ്ണിലേക്ക് വരികയാണ്. എന്താ കാരണമെന്നറിയാമോ? സ്തോത്രം, പിശാചിന്റെ തന്ത്രത്തിൽ കൗശലത്തിൽ കുടുങ്ങിയപ്പോൾ സ്തോത്രം ആവശ്യമില്ലാത്ത ദൈവം വിലക്കിയതൊക്കെ നല്ലതെന്നൊരു തോന്നല് അവളുടെ കണ്ണിലേക്ക് വന്നു. എന്തൊക്കെയാ കണ്ടതെന്ന് വ്യക്തതയോടെ അവൾ എഴുതി വെച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ട് പോലും അവിടെ എഴുതിയിരിക്കുകയാ. സ്തോത്രം, വൃക്ഷഫലം തിന്നുവാൻ നല്ലതെന്ന് അവൾ എന്ത് ചെയ്തു? കണ്ടു. അത് നോക്കി കാണാൻ ഭംഗിയുള്ളതെന്ന് കണ്ടു. ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്നും സ്ത്രീ കണ്ടു. അതിനുശേഷമാ ഫലം പറിച്ചത്. പ്രിയപ്പെട്ടവരെ പറയട്ടെ, സ്തോത്രം, ഇതല്ലേ ആദ്യത്തെ വീഴ്ചയുടെ ആരംഭം.
ആമേൻ സ്തോത്രം, ഒരു കാര്യം അവൻ ദൈവം വിലക്കിയതിനെ അവൻ ആ അനുസരണക്കേടിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ചില കാര്യങ്ങളൊക്കെ സ്തോത്രം പൈശാചികന്റെ വീഴ്ചയിൽ പെട്ടിട്ട് അവൾ കാണുകയാ. ഈ കാഴ്ചയും പ്രശ്നമാണ്. ആമേൻ, ഭംഗിയുള്ളതെല്ലാം ഭംഗിയല്ല. ആമേൻ സ്തോത്രം, ജ്ഞാനം പ്രാപിക്കുമെന്ന് ചിന്തിക്കുന്നതെല്ലാം ജ്ഞാനമല്ല. ആമേൻ സ്തോത്രം, കാണാൻ രസമുണ്ടെന്ന് നമ്മുടെ കണ്ണിന് തോന്നുന്നതെല്ലാം നല്ലതല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിന്റെ തിരിച്ചറിവോടെ ദൈവത്തിന് കീഴ്പ്പെട്ട്, ദൈവവചനത്തിന് കീഴ്പ്പെട്ട്, വിശുദ്ധിയിലും നിർമ്മലതയിലും ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെയാണ് കർത്താവ് ഇന്നും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഇവിടെ സംഭവിച്ച ഒരു കാര്യം, സ്തോത്രം, ഈ പിശാച് ഒരു സൂചന അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, ഈ കുഞ്ഞുങ്ങളുടെ മുൻപിൽ നമ്മളൊരു ഒരു ഒരു പാഴ്സൽ, ഒരു പാക്കറ്റ് കൊണ്ടുവച്ചിട്ട് അത് എടുക്കരുതെന്ന് അവരോട് പറഞ്ഞു നോക്കണം. മിണ്ടാതെ എവിടെയെങ്കിലും കൊണ്ടുവെക്കുകയാണെങ്കിൽ അത് അവിടെ ഇരുന്നോളും. അത് എടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തുറന്ന് പൊട്ടിച്ച് അതിനകത്തുള്ള സാധനം കാണുന്നത് വരെ നമ്മുടെ പുറകെ ഇവർ നടക്കും. അല്ലെങ്കിൽ അതിനെ ആ വസ്തുവിനെ ചുറ്റിപ്പറ്റി നിൽക്കും. സ്തോത്രം, പിശാചിന് ഇത് നല്ലതുപോലെ അറിയാം, അല്ലേ? സ്തോത്രം, ആ പഴത്തെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് തിന്നോ കൊച്ചേ, ഇത് നല്ലതാ. സ്തോത്രം, അവൾക്ക് ആഗ്രഹം ഇത് തിന്നണം. സ്തോത്രം, അത് കാണ്, അത് എത്രയോ ഭംഗിയുള്ളതാ. സ്തോത്രം, അവൾ തൊട്ടടുത്ത് പോയി നോക്കുകയാ, ഇത് കാണുവാനായിട്ട് ഏറെ ഭംഗിയാ, ഇത് ജ്ഞാനം പ്രാപിപ്പാൻ നല്ലതാ. സ്തോത്രം, അവൾ നോക്കുകയാ, അത് ജ്ഞാനം പ്രാപിപ്പാൻ നല്ലതാ. സ്തോത്രം, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. ആ വാക്കിന്റെ മുമ്പിൽ അവൾ വീണു പോകുകയാ. സ്തോത്രം, എന്നിട്ട് അടുത്ത ഭാഗം എഴുതി വെച്ചിരിക്കുന്നു, അവൾ പറിച്ചു, അവൾ തിന്നു, ഭർത്താവിനും കൊടുത്തു. സ്തോത്രം, മനുഷ്യന് കൊടുത്ത ആ ഫ്രീ വിൽ, ഇച്ഛാശക്തി, സ്വാതന്ത്ര്യത്തെ അവൻ വേണ്ട വിധം വിനിയോഗിക്കാതെ ആമേൻ സ്തോത്രം പരാജയപ്പെടുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ടല്ലേ പിന്നീട് പരസ്പരം പഴിചാരുന്നേ. ആമേൻ സ്തോത്രം, ആദമിനോട് ചോദിച്ചാൽ ആദം പറയും, കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ തന്നു. ആ സ്ത്രീയെ സ്നേഹിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആഴമായിട്ട് അങ്ങ് സ്നേഹിച്ചു. അവൾ തന്നു, ഞാൻ എന്ത് ചെയ്തു? തിന്നു. സ്ത്രീയോട് ചോദിച്ച സ്ത്രീ പറയും, പാമ്പ് വഞ്ചിച്ചു, ഞാൻ തിന്നു. ആമേൻ. ഇതെല്ലാം ഇന്ന് പറയട്ടെ, ഈ തെറ്റ് ചെയ്യുന്നവർ മിക്കവാറും പേര് ഞാൻ കണ്ടിട്ടുള്ളത് ആ തെറ്റ് അവർ സമ്മതിക്കത്തില്ല. വളരെ ചുരുക്കം ചിലർ മാത്രമേ അറ്റ്ലീസ്റ്റ് സോറി പറഞ്ഞ് കാര്യം സ്തോത്രം നിർവഹിച്ചു പോകത്തുള്ളൂ. ഈ സോറി എന്നൊരു പദമുള്ളത് കൊണ്ടും ഒരു വിധത്തിൽ രക്ഷയാ. എന്നാൽ പോലും ഈ സോറി പറയുന്നവർ പോലും ഇക്കാലത്ത് വളരെ ചുരുക്കമാ. എന്നോടൊന്ന് ക്ഷമിക്കണമെന്ന് പറയുവാൻ പോലും മനസ്സില്ലാത്ത രീതി. ഇന്നലെ രാത്രി സ്തോത്ര ദൈവോചന ശുശ്രൂഷിച്ച വേള ഞാൻ പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ടവരൊന്ന് ശരിക്കൊന്ന് ആലോചിച്ച് നോക്കണം. പണ്ട് കാലത്ത് സ്തോത്ര ഉപവാസ പ്രാർത്ഥനകൾ തുടങ്ങുന്നതിന് മുൻപായിട്ട് പരസ്പരം ക്ഷമ ചോദിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. ഏതെങ്കിലും വിധത്തിൽ സ്തോത്ര കൂട്ട സഹോദരങ്ങൾക്ക് വാക്കിലൂടെയോ പ്രവർത്തികളിലൂടെയോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, സഹോദര സഹോദരി എന്നോട് ക്ഷമിക്കണമേ. സ്തോത്രം, എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് നമ്മൾ തമ്മിലുള്ള യാതൊരുവിധ പ്രയാസങ്ങളും തടസ്സമാകരുതെന്ന് സ്തോത്രം ചിന്തിച്ചുകൊണ്ട് ദൈവസന്നദ്ധയിൽ ഐക്യതയോടെ ഒരുമയോടെ നിരപ്പ് പ്രാപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ പെന്തക്കോസ്തിനകത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് തിരിച്ചു പറയട്ടെ, വേദനയോടെ പറയട്ടെ, ഒരു സോറി പറയുവാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളിലേക്ക് അവ വന്നിരുന്നിട്ട് നമ്മൾ സോറി പറയേണ്ടടുത്ത് മറ്റുള്ളവരെ പഴിയാറുന്ന സാഹചര്യം നാം കാണുന്നത് സ്തോത്രം ഒരു യാഥാർത്ഥ്യമല്ലേ? ആമേൻ. ഇത് എത്രയോ സ്ഥലത്ത് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇവിടെയും അത് തന്നെ സംഭവിച്ച് സ്തോത്രം ആമേൻ. അവിടെ പറയുക, നീ എന്നോട് കൂടെ ഇരിപ്പാൻ തന്ന സ്ത്രീ തിന്നു. എൻ്റെ അർത്ഥം എന്താ? ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും സുഖമായിട്ട് ജീവിച്ചു വരികയായിരുന്നു. അന്നേരമായി ഈ സ്ത്രീ കൊണ്ട് എന്ത് ചെയ്തത്? നീ എനിക്ക് എൻ്റെ കൂടെ ഇരിക്കാൻ ഒരു സ്ത്രീയെ കൊണ്ട് തന്നേ. ആ സ്ത്രീ എനിക്ക് തന്നപ്പോൾ എനിക്ക് തിന്നാതിരിക്കാൻ പറ്റിയില്ല, ഞാൻ അങ്ങനെ ഇതെടുത്ത് കഴിച്ചു. ഇപ്പം കുറ്റക്കാരൻ സ്തോത്രം ഞാനല്ല. ആമേൻ സ്തോത്രം, നീ എൻ്റെ കൂടെ ഇരിക്കാൻ ഒരു സ്ത്രീയെ തന്നില്ലേ? സ്തോത്രം, ആ സ്ത്രീയും അല്ല കുറ്റക്കാരൻ. സ്തോത്രം, പകരം നീ തന്നെ. നീ തന്നത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങോട്ട് വന്നത്. ഇപ്പം കുറ്റക്കാരൻ ആരായി? ദൈവമായി. എന്നിട്ട് അടുത്ത ഭാഗത്ത് സ്തോത്രം അടുത്തൊരു കുറ്റക്കാരനെ കണ്ടെത്തി, പിശാച്. സ്ത്രീ പറയുക, ആമേൻ സ്തോത്രം, പിശാച് തന്നു, ഞാൻ എന്ത് ചെയ്തു? തിന്നു. അല്ലെ, പിശാച് വഞ്ചിച്ചു, ഞാൻ എന്ത് ചെയ്തു? തിന്നു. പകൽക്കാലം പറയട്ടെ പ്രിയപ്പെട്ടവരെ,
ആവർത്തിച്ച് ദൈവിക സന്ദേശങ്ങളും ദൈവിക ആലോചനയും നമുക്ക് കേൾക്കുന്ന എന്തിനാണെന്നറിയാമോ? പിശാചിന്റെ തന്ത്രങ്ങളിൽ നാം കുടുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. സ്തോത്രം. എത്രയോ തവണകൾ ദൈവാത്മാവ് നമ്മുടെ കാതുകളിൽ സ്തോത്രം ശബ്ദിക്കുന്നുണ്ട്, പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങരുത്. ഇന്ന് പകൽക്കാലവും അതേ ശബ്ദം നമ്മുടെ കാതുകളിൽ എത്തുകയാ. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഈ പിശാചിന്റെ പ്രവർത്തികളെ, മാനവജാതിയെ കുടുക്കിക്കളഞ്ഞ പിശാചിന്റെ തന്ത്രങ്ങളെയും പ്രവർത്തികളെയും അഴിപ്പാൻ അവിടുന്ന് ഈ ഭൂമിയിൽ അവതരിച്ചെങ്കിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന ദൈവമക്കളെ തകർത്ത് കളയുവാൻ ഇക്കാലത്തും പൈശാചികൾ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആവർത്തിച്ച് ദൈവാത്മാവ് നമ്മോട് ഓർപ്പിക്കുന്നത്, ഈ പിശാചിന്റെ തന്ത്രങ്ങളിൽ നാം കുടുങ്ങിപ്പോകരുത്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 10-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാ: അവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. മനുഷ്യനെ വഞ്ചിച്ച് അവന് നൽകിയിരിക്കുന്ന ദൈവിക തേജസ്സിനെ മോഷ്ടിച്ച മോഷ്ടാവാണ് ഈ പിശാച്. എന്നാൽ സ്തോത്രം, ഒടുക്കത്തെ ആദാമാകുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രത്യക്ഷനായത്, വെളിപ്പെട്ടത്, വന്നത്, സ്തോത്ര പൈശാചികനായവൻ മോഷ്ടിച്ചു കളഞ്ഞ ആ തേജസ്സിനെ മാനവജാതിക്ക് വീണ്ടും ഉടിപ്പിക്കേണ്ടതിന് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാം, മനുഷ്യന് നഷ്ടപ്പെട്ട തേജസ്സിനെ മടക്കി കൊണ്ടുവരുവാൻ അരുമനാഥൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളാതെ ആ ദൈവിക തേജസ് ഉരിഞ്ഞു വെച്ചിട്ട് മനുഷ്യ രൂപമെടുത്ത് ഈ ഭൂമിയിൽ അവതരിച്ചു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. അങ്ങനെയെങ്കിൽ ആ ദൈവ തേജസ് നമുക്ക് മടക്കി കൊണ്ടുവരുവാനും പിശാച് കവർച്ചക്കാരനായ പിശാചിന്റെ സകല പ്രവർത്തികളെയും അഴിപ്പാനും നമ്മുടെ കർത്താവ് പ്രത്യക്ഷനായി. സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അവിടുന്ന് അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തി. ആ ഭാഗം ഒന്ന് എടുത്ത് വായിച്ചോളൂ. ഒറ്റ വാക്യം. എബ്രായർ 2:10. അനേകം പുത്രന്മാരെ ദൈവ തേജസ്സിലേക്ക്, ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ തേജസ് മടക്കി കൊണ്ടുവരുവാൻ കാൽവറിയിൽ നമ്മുടെ അരുമനാഥൻ യാഗമായി തീർന്നു. സ്തോത്രം. മനുഷ്യനെ വഞ്ചിച്ച, കൗശലം ഉപയോഗിച്ച്, തന്ത്രങ്ങൾ ഉപയോഗിച്ച് മാനവജാതിയെ ദൈവ തേജസ്സിൽ നിന്ന് അകറ്റിക്കളഞ്ഞ പിശാചിനെ, സാത്താനെ ആ കാൽവറി ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ച് തോൽപ്പിച്ച ക്രൂശിൽ അവന്റെ മേൽ എന്റെ യേശുനാഥൻ ജയോത്സവം കൊണ്ടാടി നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ തന്റെ ജനത്തിന് മടക്കി നൽകി. സ്തോത്രം. എന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, യുദ്ധങ്ങൾ കൊണ്ട്, ശ്രദ്ധിച്ചു കേട്ടോണം, യുദ്ധങ്ങൾ കൊണ്ട് മനുഷ്യനെ പരാജയപ്പെടുത്താം. സ്തോത്രം. യുദ്ധങ്ങൾ കൊണ്ട് രാജാക്കന്മാർക്ക് സ്തോത്രം മറ്റുള്ളവരെ പരാജയപ്പെടുത്താം. അതിനുള്ള സകല സാമഗ്രികളും സ്തോത്രം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചെടുക്കുവാനും മനുഷ്യന് കഴിയും. എന്നാൽ ഇന്ന് വ്യക്തമായിട്ട് പറയോ, മനുഷ്യന്റെ യഥാർത്ഥ ശത്രുവായിരിക്കുന്ന പിശാചിനെ പരാജയപ്പെടുത്തിയവൻ ഒരുവനേ ഉള്ളൂ. അവിടുന്ന് നമ്മുടെ അരുമനാഥനായ നമുക്ക് വേണ്ടി ജീവൻ വെച്ച യേശു കർത്താവ് മാത്രമാ. അങ്ങനെയെങ്കിൽ ആ യേശുവിൽ ആശ്രയിക്കുന്ന ദൈവമക്കളോട് പറയാം, അവ പിശാചിന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുവാനുള്ള ബലം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. നമുക്ക് പറയാം, കർത്താവേ, അവിടുന്ന് പ്രത്യക്ഷനായത് ആ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനാ. സ്തോത്രം. ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവജനത്തിന്റെ നേരെ
തന്ത്രങ്ങളുമായിട്ട് കടന്നു വരുന്ന, തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഐക്യതയെ തകർക്കുവാൻ ശ്രമിക്കുന്ന, കുടുംബത്തിന്റെ ഐക്യതയെ, സഭയുടെ ഐക്യതയെ, ജനത്തിന്റെ ഇടയിലുള്ള ഐക്യതയെ തകർക്കുവാൻ ശ്രമിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കാൽവറി ക്രൂശിൽ പിശാചിനെ ആയുധ വർഗം വെപ്പിച്ച അവയെ സ്തോത്ര കാൽവറിയിൽ പരാജയപ്പെടുത്തിയ അതേ അരുമനാഥന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. അവയെ പ്രാർത്ഥിക്കുവാൻ കഴിവുള്ള, അവയെ സ്തോത്ര ഹൃദയത്തിന്റെ അകത്ത് നിന്ന് ഈ പിശാചിന്റെ തന്ത്രങ്ങൾക്കെതിരെ എനിക്ക് നിൽക്കണമെന്ന് ആ ദൈവിക തേജസ് അവിടെ തന്നെ ഉടപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അവയെ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണമെന്ന് ചിന്തയുള്ള ദൈവമക്കൾ ഒരു നിമിഷം കർത്താവിനെ സ്തോത്രം ചെയ്തിട്ട് അവ ഇന്ന് പകൽക്കാലം വ്യക്തതയോടെ ദൈവാത്മാവെ വിളിച്ചു പറയാം, തന്റെ ജനത്തെ തകർക്കുവാൻ, തന്റെ ജനത്തിന്റെ വിശ്വാസ ജീവിതത്തെ തകർക്കുവാൻ പൈശാചിക മണ്ഡലങ്ങൾക്ക് കഴിയില്ല. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാ, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാ. പിശാചിന്റെ സകല പ്രവൃത്തികളെയും ദൈവത്തിന്റെ പൈതലെ ഇന്ന് പകൽക്കാലം അവൻ മുന്നോട്ട് വിടാതെ വന്ന് തടഞ്ഞു വെച്ചിരിക്കുന്ന സകല അന്ധകാര മണ്ഡലങ്ങളെയും തകർക്കുവാൻ എന്റെ യേശു ക്രൂശിൽ പ്രത്യക്ഷനായി. ഒരു പകൽക്കാലം ധൈര്യത്തോടെ പറ, പിശാചിന്റെ സകല പ്രവർത്തികളെയും ഞാൻ ആദ്യം ആ വാക്യം വായിച്ച് ഓർപ്പിച്ചതുപോലെ അവൻ അഴിപ്പാൻ എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോ സ്തോത്ര കേവലം അഴിപ്പാനല്ല, ഇറ്റ് ഈസ് ടു ഡിസ്ട്രോയ്, തകർക്കുവാൻ, തരിപ്പണമാക്കുവാൻ, സ്തോത്ര സകലത്തെയും ഇല്ലായ്മ ചെയ്യുവാൻ, പിശാചിന്റെ സകല പ്രവർത്തികളെയും അവൻ എന്നേക്കുമായി തകർക്കുവാൻ എന്റെ യേശു ക്രൂശിൽ മരിച്ചു. സ്തോത്രം. അങ്ങനെ ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധി കടന്നു വന്നിരിക്കുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയണം, എൻ്റെ യേശു കാൽവറി ക്രൂശിൽ അവൻ പിശാചിന്റെ സകല പ്രവർത്തികളെയും തകർത്തു കളഞ്ഞതുകൊണ്ട് എൻ്റെ മേലോ, എൻ്റെ കുടുംബത്തിൻ്റെ മേലോ, എൻ്റെ തലമുറകളുടെ മേലോ, സ്വത്ര അന്ധകാര മണ്ഡലങ്ങൾക്കോ പൈശാചികനോ ഇനി സ്ഥാനം ഇല്ല. സ്തോത്ര. ഇന്ന് പ്രാരംഭത്തിൽ നാം പാടിയതുപോലെ മറവിടമായിട്ട് എനിക്കൊരു യേശു ഉള്ളത് കൊണ്ട് എന്നെ വിളിച്ച ദൈവം, എന്റെ കുഞ്ഞുങ്ങളെ വിളിച്ച ദൈവം, എന്റെ പ്രിയപ്പെട്ടവരെ വിളിച്ച ദൈവം വിശ്വസ്തനാകയാൽ അവൻ നിത്യതയോളം നടത്താമെന്നുള്ളത് അവിടുത്തെ വാഗ്ദത്തമാകയാൽ അന്ധകാര മണ്ഡലങ്ങൾക്ക് എന്റെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേലോ ഇനി സ്ഥാനമില്ല. അവിടുത്തെ ചിറകിന്റെ മറവിൽ ഞാൻ സുരക്ഷിതരത്രേ. Hallelujah. Thank you, Jesus. ഒരു അതുകൊണ്ട് എബ്രായ ലേഖനം 2-ാം 14-15 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെ ഒക്കെയും അവിടുന്ന് വിടുവിച്ചു. മാനവജാതിയുടെ പാപങ്ങൾക്ക് ന്യായപ്രമാണ പ്രകാരമുള്ള ശിക്ഷയും ശാപവും നമ്മുടെ യേശുനാഥൻ വഹിച്ചു. സ്തോത്ര. കാൽവറി ക്രൂശിൽ പിശാചിന്റെ സകല പ്രവർത്തികളെയും അവിടുന്ന് പരാജയപ്പെടുത്തി. സ്തോത്രം. ജയോത്സവം കൊണ്ടാടി. ഇനി സ്തോത്രം തന്റെ വിശുദ്ധന്മാർക്ക് അവിടുന്ന് ഏർപ്പെടുത്തിയിരിക്കുന്ന
നിത്യതയും കിരീടങ്ങളും ശേഷിച്ചിരിക്കുകയാ. അങ്ങനെയെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ പറയാം, അതെ സ്തോത്രം, ഒരിക്കൽ തേജസ്സിന്റെ ഉടുപ്പ് പൈശാചികന്റെ തന്ത്രത്താൽ നഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ അരുമനാഥൻ ഈ ഭൂമിയിൽ വന്നത്, അവിടുന്ന് പ്രത്യക്ഷനായത്, അവിടുന്ന് വെളിപ്പെട്ടത് ഈ പിശാചിന്റെ പ്രവർത്തികളെ അയച്ചിട്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയ, കവർച്ചക്കാരൻ തട്ടിക്കൊണ്ടുപോയ ആ തേജസ്സിന്റെ വസ്ത്രം എന്നെ ഉടുപ്പിച്ച് എൻ്റെ അരുമനാഥനോട് കൂടെ യുഗായുഗം വാഴുവാൻ അവിടുന്ന് എന്നെ പ്രാപ്തനാക്കി തീർത്ത് അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. നമ്മുടെ ധൈര്യത്തോടെ ഇന്ന് നാം ഭവനങ്ങളിലേക്ക് മടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരു ധൈര്യം വേണം. സ്തോത്രം, പിശാചിന്റെ സകല പ്രവർത്തികളെയും എൻ്റെ അരുമനാഥൻ കാൽവരി ക്രൂശിൽ അഴിച്ചതാ. സ്തോത്രം, അവിടുന്ന് എൻ്റെ ശാപം നീക്കിയതാ. സ്തോത്രം, അവിടുന്ന് എൻ്റെ പാപത്തിന് പരിഹാരമായി തീർന്നതാ. സ്തോത്രം, ക്രിസ്തുവേശുവിലുള്ള സ്വാതന്ത്ര്യം അവിടുന്ന് എനിക്ക് നൽകിയതാ. ആത്മാവിൻ്റെ നിയോഗത്തിൽ നടക്കുവാൻ അവിടുന്ന് എന്നെ പ്രാപ്തനാക്കി തീർത്തതാ. സ്തോത്രം, ഇന്ന് ഞാൻ വെറുതെയല്ല നടക്കുന്നത്, എനിക്കൊരു കാര്യസ്ഥനുണ്ട്. അത് ദൈവം, അത് കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവപുത്രേ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ധൈര്യത്തോടെ എൻ്റെ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കും. ഒരു നിമിഷം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവേ, കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ അടിയനെ സമർപ്പിക്കും, ജനത്തെ സമർപ്പിക്കുന്നു. പിശാചിന്റെ സകല പ്രവർത്തികളെയും അഴിപ്പാൻ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു പ്രത്യക്ഷനായല്ലോ. അവിടുന്ന് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി പാപപരിഹാര യാഗമായി തീർന്നല്ലോ. അവനാർക്കും ചെയ്യുവാൻ കഴിയാത്ത പ്രവൃത്തി, ആ പിശാചിന്റെ പരാജയം അവൻ ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ ദർശിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന അവസരത്തിനായി കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ആ ഉറപ്പോടെ ധൈര്യത്തോടെ ഞങ്ങളുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിപ്പാൻ സഹായിക്കണമേ. അവിടുത്തെ കൃപ കൂടെ ഇരിക്കണം. ഓരോ ദിവസവും ഓരോ നിമിഷവും അതിൽ ഉറച്ചു മുന്നേറുവാൻ കർത്താവ് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സ്തോത്രം. നമ്മൾ തിരുമേശയിലേക്ക് പ്രവേശിക്കുന്നു. തിരുമേശയിൽ നിന്ന് ഭാഗവാക്കളാകുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമല്ലോ. ആമേൻ. കർത്താവിൻ്റെ ദാസന്മാർ മുമ്പോട്ട് കടന്നു വരും. കർത്താവ് യേശുവിനെ സ്വന്തം